ആകാശഗംഗയുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമസ്കാരം. കൊലവർഷം 1202 നമ്മൾ കടക്കുകയാണ്. നക്ഷത്രമണ്ഡലത്തിലെ 8ാമത്തെ നക്ഷത്രമായ ദേവഗുരു ബൃഹസ്പതിയുടെ അധീനതയിലുള്ള ശനി ഭഗവാൻ രാശ്യാധിപനായ കർക്കടകക്കൂറിലെ പൂയൻ നക്ഷത്രക്കാർക്ക് ഈ 1202 ആണ്ട് എങ്ങനെ ഉണ്ടായിരിക്കും എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത്. ജ്യോതിഷ ലോകത്ത് വലിയ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്ന ഒരു വർഷമാണിത്. വ്യാഴം, ശനി, അതുപോലെ നിഴൽ ഗ്രഹങ്ങളായ രാഹുവും കേതുവും എല്ലാം ഈ വർഷം രാശി മാറുന്നുണ്ട്. ഈ വലിയ ഗ്രഹമാറ്റങ്ങൾ നിങ്ങളുടെ തൊഴിൽ, സാമ്പത്തികം, ബിസിനസ്, കുടുംബജീവിതം, അതുപോലെ ആരോഗ്യം, വിദ്യാഭ്യാസം എന്നിവയൊക്കെ എങ്ങനെ ബാധിക്കും? ഏതൊക്കെ മേഖലകളിലാണ് നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്? എന്തൊക്കെ പരിഹാരങ്ങളാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഈ വീഡിയോയിലൂടെ നമുക്ക് വിശദമായി മനസ്സിലാക്കാം. വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക. വീഡിയോയുടെ അവസാനം പരിഹാര മാർഗങ്ങളെപ്പറ്റിയും പറയുന്നുണ്ട്. ഫലത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ വർഷത്തെ ഗ്രഹങ്ങളുടെ സഞ്ചാരം എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. കാരണം ഈ മാറ്റങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ പോകുന്നത്. 2026 ഒക്ടോബർ 31 വരെ വ്യാഴം നിങ്ങളുടെ സ്വന്തം കൂറായ കർക്കിടകത്തിൽ തുടരും, ജന്മഗുരു. അതിനുശേഷം 2027 ജനുവരി 24 വരെ ചിങ്ങൻ രാശിയിലേക്ക്, അതായത് 2ാം ഭാവത്തിലേക്ക് രാശി മാറും. എന്നാൽ വീണ്ടും വക്രഗതിയിലായി 2027 ജൂൺ 25 വരെ കർക്കിടകത്തിലും അതിനുശേഷം വീണ്ടും ചിങ്ങൻ രാശിയിലുമായിട്ടാണ് വ്യാഴത്തിൻ്റെ സഞ്ചാരം. 2027 ജൂൺ മാസം വരെ ശനി നിങ്ങളുടെ 9ാം ഭാവമായ മീനൻ രാശിയിലാണ്. അതിനുശേഷം 10ാം ഭാവമായ മേടൻ രാശിയിലേക്ക് രാശി മാറും. 2026 ഡിസംബർ 5 രാഹു കുംഭത്തിൽ നിന്ന് മകരത്തിലേക്കും കേതു കർക്കിടകത്തിലേക്കും നിങ്ങളുടെ ജന്മരാശിയിലേക്കും പ്രവേശിക്കുന്നു. ഈ സങ്കീർണമായ ഗ്രഹസ്ഥിതി പൂയൻ നക്ഷത്രക്കാർക്ക് നൽകുന്നത് സമ്മിശ്രമായ ഫലങ്ങൾ ആയിരിക്കും. ചില സമയങ്ങളിൽ വലിയ ഭാഗ്യങ്ങളും മറ്റ് ചിലപ്പോൾ കഠിനമായ പരീക്ഷണങ്ങളും ഒക്കെ ഈ വർഷം പ്രതീക്ഷിക്കാവുന്നതാണ്. നമുക്ക് എന്തൊക്കെയാണെന്ന് ഓരോ മേഖല തിരിച്ച് പരിശോധിക്കാം. ആദ്യം തന്നെ നിങ്ങളുടെ തൊഴിൽ, ബിസിനസ് മേഖലകളെക്കുറിച്ച് നോക്കാം. പൂയൻ നക്ഷത്രക്കാരെ സംബന്ധിച്ച് 2027 ജൂൺ വരെയുള്ള സമയം 9ലെ ശനിയും ജന്മത്തിലെ വ്യാഴവും ചേരുന്ന അവസ്ഥയാണ്. ജോലിയിൽ കഠിനാധ്വാനമൊക്കെ കൂടുതൽ വേണ്ടിവരുന്ന സമയമാണ്. മേലുദ്യോഗസ്ഥരിൽ നിന്നൊക്കെ സമ്മർദ്ദമൊക്കെ ഉണ്ടാകുമെങ്കിലും ഒക്ടോബർ 31 ശേഷമുള്ള വ്യാഴത്തിൻ്റെ ചിങ്ങൻ രാശിയിലേക്കുള്ള മാറ്റം വലിയൊരു ആശ്വാസം നൽകുന്നതാണ്. ഒക്ടോബറിന് ശേഷം നിങ്ങൾക്ക് അർഹമായ പ്രൊമോഷൻ, ശമ്പള വർധനവ് എന്നിവയൊക്കെ ലഭിക്കാനും യോഗമുണ്ട്. എന്നാൽ 2027 ജൂണിന് ശേഷം ശനി 10ാം ഭാവത്തിലേക്ക് എത്തുമ്പോൾ ജോലിയിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കേണ്ടി വരാം. സ്ഥാനമാറ്റങ്ങൾക്കും സാധ്യതയുണ്ട്. ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് 2026 ഡിസംബർ 5 രാഹു 7ാം ഭാവത്തിലേക്കൊക്കെ മാറുന്നതോടെ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവരെ വളരെ ശ്രദ്ധിക്കണം. പങ്കാളിയുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പുതിയ കരാറുകളിലൊക്കെ ഒപ്പുവയ്ക്കുമ്പോൾ നിയമവിദഗ്ധരുടെയൊക്കെ ഉപദേശം തേടുക. ഒക്ടോബർ മുതൽ ജനുവരി വരെയുള്ള സമയം പുതിയ ബിസിനസ് ആശയങ്ങളൊക്കെ നടപ്പിലാക്കാൻ അനുയോജ്യമാണ്. വിദേശവുമായി ബന്ധപ്പെട്ട ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് നല്ല ലാഭമൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന സമയം കൂടിയാണ്. ഇനി സാമ്പത്തിക കാര്യം എങ്ങനെ ഉണ്ടാകുമെന്ന് നോക്കാം. പൂയൻ നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി ഈ വർഷം ഒരു റോളർ കോസ്റ്റർ റൈഡ് പോലെയായിരിക്കും. വ്യാഴം ഒക്ടോബർ 31 വരെ ജന്മരാശിയിലായതിനാൽ അനാവശ്യമായ ചിലവുകളൊക്കെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. വരവിനേക്കാളൊക്കെ കൂടുതൽ ചിലവ് വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകാം. അതുകൊണ്ട് വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ പണം കടം കൊടുക്കുന്നതോ ആർക്കെങ്കിലും ജാമ്യം നൽകുന്നതോ പൂർണ്ണമായും ഒഴിവാക്കുക. എന്നാൽ 2026 ഒക്ടോബർ 31 മുതൽ 2027 ജനുവരി 24 വരെയുള്ള സമയവും പിന്നീട് 2027 ജൂൺ 25 ശേഷമുള്ള സമയവും വ്യാഴം 2ാം ഭാവമായ ധനഭാവത്തിൽ വരുന്നതിനാൽ ആ സമയത്ത് സാമ്പത്തികമായി വലിയ മുന്നേറ്റമുണ്ടാകും. കുടുങ്ങിക്കിടന്ന പണമൊക്കെ തിരികെ ലഭിക്കുന്നതാണ്. ചിട്ടയായ നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭമൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും. ലോട്ടറി, ഷെയർ മാർക്കറ്റ് തുടങ്ങിയ അപ്രതീക്ഷിത മാർഗങ്ങളിലൂടെ ധനലാഭത്തിന് യോഗമുണ്ട്. എങ്കിലും രാഹുവിൻ്റെ 7ാം ഭാവത്തിലെ സ്ഥിതി കാരണം ആഡംബരങ്ങൾക്കായിട്ടൊക്കെ പണം ധൂർത്തടിക്കാതെ സൂക്ഷിക്കുക. ഇനി കുടുംബജീവിതത്തിലേക്ക് കടന്നാൽ
പൂയം നക്ഷത്രക്കാരെ കുറച്ചധികം ക്ഷമയൊക്കെ പാലിക്കേണ്ട വർഷമാണ്. 2026 ഡിസംബർ 5 സംഭവിക്കുന്ന രാഹുകേതുക്കളുടെ മാറ്റം നിങ്ങളുടെ കുടുംബജീവിതത്തെയൊക്കെ ചിലപ്പോൾ നേരിട്ട് ബാധിച്ചേക്കാം. രാഹു 7-ാം ഭാവത്തിലും കേതു ജന്മരാശിയിലൂടെയുമാണ് സഞ്ചരിക്കുന്നത്. പങ്കാളിയുമായിട്ടൊക്കെ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇത് തർക്കമുണ്ടാകാനൊക്കെ കാരണമായേക്കാം. അനാവശ്യമായ സംശയങ്ങളും അതുപോലെ വാശിയുമൊക്കെ ദാമ്പത്യത്തിലൊക്കെ വിള്ളലുകൾ വീഴ്ത്താം. അതൊക്കെ അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ പങ്കാളിയുടെ ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്നാൽ വ്യാഴം ഒക്ടോബറിന് ശേഷം 2-ാം ഭാവത്തിലേക്ക് മാറുന്നതോടെ കുടുംബത്തിൽ സമാധാനമൊക്കെ തിരിച്ചു വരും. മംഗളകർമ്മങ്ങൾ, വിവാഹം ഒക്കെ ഈ സമയത്ത് നടക്കും. കുട്ടികളില്ലാത്തവർക്ക് സന്താനഭാഗ്യത്തിനും അനുകൂലമായ സമയമാണ്. അതുപോലെ അവിവാഹിതരുടെ വിവാഹ കാര്യങ്ങളിൽ ഒക്ടോബർ മുതൽ ജനുവരി വരെയുള്ള കാലയളവിൽ അനുകൂലമായ തീരുമാനങ്ങളൊക്കെ ഉണ്ടാകും. പ്രണയിക്കുന്നവരൊക്കെ പരസ്പരം വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യുന്നത് ബന്ധം തകരാതെ കാക്കുന്നതുമാണ്. ഇനി വിദ്യാർത്ഥികളുടെ കാര്യം നോക്കിയാൽ, വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഈ 1202-ാം ആണ്ട് കഠിനാധ്വാനത്തിൻ്റെ ഒരു വർഷമാണെന്ന് വേണമെങ്കിൽ പറയാം. ജന്മത്തിൽ കേതുവും വ്യാഴവും ഒക്കെ വരുന്ന സമയങ്ങളിൽ പഠനത്തിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അല്പം ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. മനസ്സ് എപ്പോഴും ചഞ്ചലമായിരിക്കാനും അലസത തോന്നാനും ഒക്കെ സാധ്യതയുണ്ട്. എന്നാൽ പൂയം നക്ഷത്രക്കാരുടെ കഠിനാധ്വാനം ഒരിക്കലും വെറുതെ ആവില്ല. ഒക്ടോബറിന് ശേഷമുള്ള വ്യാഴത്തിൻ്റെ മാറ്റം ഉപരിപഠനത്തിനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വലിയ അവസരങ്ങളൊക്കെ നൽകുന്നതാണ്. വിദേശത്തൊക്കെ പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 2027 ആദ്യ പകുതിയിൽ വിസ സംബന്ധമായ തടസ്സങ്ങളൊക്കെ മാറി യാത്രയൊക്കെ സാധ്യമാകുന്നതാണ്. മത്സര പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്നവർ ലക്ഷ്യബോധത്തോടെയൊക്കെ മുന്നോട്ട് പോയാൽ വിജയം സുനിശ്ചിതവുമാണ്. ഇനി ആരോഗ്യം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ജന്മരാശിയിലൂടെയുള്ള കേതുവിൻ്റെയും വ്യാഴത്തിൻ്റെയും ഒക്കെ സഞ്ചാരം, അതുപോലെ 7-ലെ രാഹുവൊക്കെ ആരോഗ്യകാര്യങ്ങളിൽ ഒട്ടും അശ്രദ്ധ പാടില്ല എന്നാണ് ഓർമ്മിപ്പിക്കുന്നത്. പൂയം നക്ഷത്രക്കാർക്ക് ഈ വർഷം ഉദര സംബന്ധമായ അസുഖങ്ങൾ, അതുപോലെ ലിവർ സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഭക്ഷണ കാര്യത്തിലൊക്കെ അല്പം നിയന്ത്രണം ആവശ്യമാണ്. പുറത്തുനിന്ന് ഉള്ള ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കുക. മാനസികമായ ചെറിയ രീതിയിലുള്ള വിഷാദമോ അനാവശ്യമായ ഉത്കണ്ഠയോ ഒക്കെ വരാം. ഇത് മറികടക്കാൻ ദിവസവും യോഗയോ ധ്യാനമോ ഒക്കെ ശീലിക്കുക. അതുപോലെ രാത്രി കാലങ്ങളിലെ ദൂരയാത്രകളൊക്കെ ഒഴിവാക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. ഇനി ഈ വർഷത്തെ ദോഷഫലങ്ങൾ കുറയ്ക്കാനും ഗുണഫലങ്ങളൊക്കെ വർദ്ധിപ്പിക്കാനുമായി പൂയം നക്ഷത്രക്കാർ ചെയ്യേണ്ട ലളിതമായ പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പൂയം നക്ഷത്രത്തിൻ്റെ അധിപൻ ശനിയാണെങ്കിലും കൂറിൻ്റെ അധിപൻ ചന്ദ്രനാണ്. ദേവത ബൃഹസ്പതിയുമാണ്. നിത്യേന എല്ലാ ശനിയാഴ്ചകളിൽ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി ധാര, പിൻവിളക്ക് എന്നിവ വഴിപാടായി നടത്തുന്നത് ദോഷത്തിൻ്റെ തീവ്രതയൊക്കെ കുറയ്ക്കും. അതുപോലെ വ്യാഴത്തിൻ്റെ ജന്മരാശിയിലെ ദോഷമൊക്കെ മാറാൻ വ്യാഴാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുകയോ വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസം വഴിപാട് കഴിക്കുകയോ ഒക്കെ ചെയ്യുക. അതുപോലെ ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്രത്തിൽ നീരാഞ്ജനം കൊളുത്തുന്നത് 9-ലെയും പിന്നീട് 10-ലേക്കും ഒക്കെ വരുന്ന ശനിയുടെ ദോഷങ്ങളെ അകറ്റും. രാഹുകേതുക്കളുടെ ദോഷം തീരാൻ ഭദ്രകാളി ക്ഷേത്രത്തിലെ നാഗരാജ ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി പ്രാർത്ഥിക്കുക. പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമെങ്കിലും കഠിനാധ്വാനവും ഈശ്വരവിശ്വാസവും ഒക്കെ ഉണ്ടെങ്കിൽ പൂയം നക്ഷത്രക്കാർക്ക് ഈ 1202-ാം ആണ്ട് വിജയകരമാക്കാൻ സാധിക്കും. മനസ്സൊക്കെ തളരാതെ മുന്നോട്ട് പോവുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഇതുപോലെയുള്ള കൂടുതൽ ജ്യോതിഷ വിവരങ്ങൾക്കായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.